അതിൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നുള്ള ഒരു പീഡന വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് സ്നേഹ മെർലിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 12 വയസ്സുകാരിയായ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ കസ്റ്റഡിയിലായി. അത് വലിയ രീതിയിൽ വാർത്തയാവുകയും സാധാരണഗതിക്ക് പെൺകുട്ടികളൊന്നും അങ്ങനെ ഇത്തരം കേസുകളിൽ നോർമലായിട്ട് പെടാറില്ല, ഉണ്ടാവാറുണ്ട്, എങ്കിലും അപൂർവമായതുകൊണ്ട് തന്നെ അതൊരു ചോദ്യമായിട്ട് വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ഈ കുട്ടി തൻ്റെ 15 വയസ്സുകാരനായിട്ടുള്ള അനുജനെ കൂടി എന്തായിരുന്നു ഈ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്നുള്ള വാർത്ത വരികയും പോക്സോ കേസ് വീണ്ടും ഈ കുട്ടിക്കെതിരെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ അനുജൻ മാതാപിതാക്കളോട് തന്നെ, വീട്ടിലുള്ള ആളുകളോട് തന്നെ ഈ കാര്യം പറയുകയും അതുവഴി പുറത്തറിയുകയും അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് ഇപ്പം ഇത്തരം ആളുകൾക്ക് ഇപ്പം നോർമലി എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസോർഡറിന്റെ ഭാഗമായിട്ടാണോ അങ്ങനെയൊക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്താ ഈ സ്നേഹയുടെ പേരും മുഖവും ഒക്കെ മാധ്യമങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നേരെ എന്നല്ല ആർക്ക് നേരെയും സ്ത്രീകൾ നടത്തുന്ന അതിക്രമങ്ങളും കൂടെ ചർച്ചയാവുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വിഷയമായിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. കണ്ടായിരുന്നില്ലേ ഈ വിഷയം? കണ്ടായിരുന്നു. സ്ത്രീകളുടെയും കൂടെ ചർച്ചയാവുന്നു എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്കും സ്ത്രീകൾ ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ആഘോഷമാണ് അവിടെ നടക്കുന്നതെന്ന് വേണം നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഏതോ ഒരു രീതിയിൽ ഒരു ചട്ടക്കൂടിനകത്തിൽ എടുത്തു വെച്ചിരിക്കുകയാണ്, സ്ത്രീകൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ അതൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളത് അതിൻ്റെ ഒരു മറ്റൊരു വശമാണ്. സത്യത്തിൽ പല കുറ്റകൃത്യങ്ങളിലും സ്ത്രീകൾ ഉൾപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ നോർമലൈസ്ഡ് ആവാൻ, അല്ലെങ്കിൽ അതും ഒരു കുറ്റകൃത്യം എന്ന ലെവലിലേക്ക് നമ്മൾ എടുത്ത് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം വളർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. പലപ്പോഴും പല കേസുകളുടെ ആണെങ്കിലും യുവതി ഉൾപ്പെടെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ആണ്. അതിപ്പോ ഒരു റേപ്പ് കേസിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബലാത്കാരം പോലെയുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളാണ്, ഒരു അടിപിടിയാണെങ്കിലും, മയക്കുമരുന്ന് കേസുകൾ, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി കേസുകളാണെങ്കിലും ഈ യുവതികൾ ഉൾപ്പെടുന്ന ഒരു കേസ് ആകുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ആൾക്കാർ വ്യൂവേഴ്സ് കൂടും. അതോടൊപ്പം തന്നെ ആൾക്കാർക്ക് അത് കുറെ കൂടി ക്യൂരിയസ് ആണ്. കാരണം സ്ത്രീകൾ ഇങ്ങനെയൊന്നും അല്ല, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ആഘോഷിക്കാനോ അല്ലെങ്കിൽ കുറേയധികം കമന്റ്സ് ഇടാനും അതിനൊക്കെ കുറേയധികം ആൾക്കാരുണ്ടെന്നുള്ളത് തന്നെ സത്യം. അപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ തന്നെ ഇവരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവര് ഒരു ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരാളായിരിക്കാം. അതുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടിയെയും 12 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ അവർ ലൈംഗികമായി ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരനായ 15 വയസ്സുകാരനെയും ലൈംഗികപരമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് ആദ്യം വന്നപ്പോൾ ഈ 12 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള കേസാണ് ആദ്യം വന്നത്. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാർത്താമാധ്യമങ്ങളിലെ ആണെങ്കിലും ഒരു ആഘോഷം ഉണ്ടായിരുന്നു. അത് ആഘോഷിക്കപ്പെടുക എന്ന് തന്നെ ഞാൻ പറയുന്നതിന് പ്രധാന കാര്യം, അത് ഒരു അവതരിപ്പിക്കുന്നതിനാണെങ്കിലും പ്രേക്ഷകർ സ്വീകരിക്കുന്നതിനാണെങ്കിലും ഒരു പ്രത്യേക താല്പര്യമുണ്ട്. എന്തോ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിലേക്ക് സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പുരുഷന്മാർ മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ സ്ത്രീകളെ ഒരു അധിക്ഷേപിക്കുന്ന ലെവലിലേക്ക് കൂടെ പോകുന്നുണ്ട്. കാരണം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ അതൊന്നും പാടില്ലാത്തൊരു കാര്യമാണ്. ഈ പെൺകുട്ടി നേരത്തെ പറഞ്ഞല്ലോ മാനസികപരമായ എന്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരാളെ നിർബന്ധിച്ച് ഓരോ ഉപയോഗിക്കാന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള മാനസിക പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതിപ്പോ ഒരു പെൺകുട്ടി ഉപദ്രവിച്ചുകൊണ്ട് മാത്രമല്ല, ആരുപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ അവരെ നിർബന്ധിച്ച് എന്തെങ്കിലും ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായ ഒരു വിഭ്രാന്തി മൂലം തന്നെയാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. അതിപ്പോ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇത് നമ്മുടെ കുറെ കൂടെ നോർമലൈസ്ഡ് ആയി, അല്ലെങ്കിൽ സ്ത്രീകളും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പോകുന്നത് തന്നെയാണ്. ചിലപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഇത്തരത്തിലൊരു ചൂഷണത്തിന് ഇരയാവാനുള്ള പ്രധാന കാരണം ഇതൊരു വുമൺ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഈ ഒരു വുമൺ ആയതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ഫാമിലി എന്ന് പറയുന്നത് വലിയ ഡൗട്ടബിൾ ആയിട്ടുണ്ടാവില്ല. ഒരു പുരുഷനാണെങ്കിലും ഒന്ന് സ്വാഭാവികമായി ചിന്തിച്ചു നോക്കൂ, ഈ ഒരു സ്നേഹ എന്ന് പറയുന്ന ആളുടെ കാര്യത്തിന് പകരം, ആ ഒരു വ്യക്തിക്ക് പകരം ഒരു പുരുഷനായിരുന്നു എങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ അടുത്ത് പോകണ്ട, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കുള്ള റെസ്ട്രിക്ഷൻസ് നമ്മൾ ഫാമിലി പരമായി കീപ്പ് ചെയ്യില്ലേ? തീർച്ചയായിട്ടും കീപ്പ് ചെയ്യും. പക്ഷെ ഞാനിതിൽ കുറച്ചും കൂടി ചിന്തിക്കുന്നത്, ഈ പെൺകുട്ടിയുടെ, അതായത് ഈ 12 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു. അതിനുശേഷം അതായത് അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ സഹോദരനെ, 15 വയസ്സുകാരനായിട്ടുള്ള സഹോദരനെ കൂടി ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു ആളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഈ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളെ, കുട്ടികളെ, അല്ലെങ്കിൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ഒരു
പ്രത്യേക തരത്തിലുള്ള ഒരു മെന്റാലിറ്റിക്ക് അടിമയാണ് ഇവർ, താല്പര്യം, അതായത് ഒരു പ്രത്യേക മെന്റാലിറ്റിക്ക് അടിമയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിൽ പറഞ്ഞതുപോലെ എന്താണ്, ഈ പെൺകുട്ടിയാകുമ്പോൾ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരു ആൺകുട്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അധികം ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ പറഞ്ഞ ആ ഒരു ചട്ടക്കൂട് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആകണം, അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇത്തരം ക്രൈംസിലേക്കൊന്നും വരില്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ട് തന്നെയാണ്. പക്ഷെ അതിൽ ഞാൻ കുറച്ചുകൂടി മനഃശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, എല്ലാ സ്ത്രീകളെ പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരേക്കാൾ പ്രായം കുറഞ്ഞ പുരുഷന്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ കുട്ടികളെ കാണുമ്പോൾ, ഒരു പരിധിയിൽ കൂടുതൽ കുട്ടികളെ കാണുമ്പോൾ, കുഞ്ഞുമക്കളെ കാണുമ്പോൾ ഒക്കെ അവർക്ക് ഈ സ്ത്രീകൾക്ക് ഏറ്റവും അനുഗ്രഹിച്ചു കിട്ടപ്പെട്ടുള്ള ഒരു സാധനമാണ് മാതൃത്വം. അത് ഞാൻ പറഞ്ഞ കടമയാണ് എന്നൊന്നുമല്ല, ഒരു കടമയാണ് അല്ലെങ്കിൽ അത് നിർബന്ധമായി പോകണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ല ഞാൻ പറയുന്നത്. അവരുടെ ശാരീരികമായ പ്രത്യേകതകളാണ് പറയുന്നത്. അതായത് ഒരു സ്ത്രീക്ക് ഈ മാതൃത്വത്തിന്റെ ഹോർമോണുകൾ, മാതൃത്വഭാവം ഉണ്ടാക്കുന്ന ഹോർമോണുകൾ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അപ്പം അത് പ്രൊലാക്റ്റിൻ ഉൾപ്പെടെയുള്ള ഹോർമോണുകൾ നോർമലി സ്ത്രീകളിൽ അടങ്ങിയിട്ടുണ്ട്, ഈസ്ട്രജനും പ്രൊലാക്റ്റിനും ഒക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് നോർമലി ഒരു കുഞ്ഞി കിടന്ന് കരയുന്നത് കണ്ടാൽ പോലും ഇവരിലെ മാതൃത്വം ഉണരും എന്നാണ് സയന്റിഫിക്കലി തന്നെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് എപ്പോഴും എന്ത് ചെയ്യുക, ആളുകൾ അതിനെ കാണുക. പക്ഷേ പുരുഷൻ എന്ന് പറയുമ്പോൾ പുരുഷൻ കുറച്ചും കൂടി ലൈംഗികപരമായി അഗ്രസീവായ ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ പുരുഷന് ഈ കുഞ്ഞുകുട്ടികളോടും അതുപോലെ തന്നെ മറ്റ് ആളുകളോടും ഒക്കെ ഇത് തോന്നിയതിൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ എല്ലാ പുരുഷന്മാരും അങ്ങനെ ആവണമെന്നല്ല ഞാൻ പറയുന്നത്. പുരുഷന്മാർക്ക് അത്തരത്തിലൊരു പ്രശ്നം കൂടെ ഉണ്ട്. പക്ഷെ വളരെ മനോഹരമായി ഈ പറയുന്ന പോലെ മാതൃഭാവം പോലെ തന്നെ എന്താണ്, ഒരു പിതാവിന്റെ സ്നേഹവും ഏട്ടന്റെ സ്നേഹവും കൊടുത്ത് സ്വന്തം അമ്മ നോക്കുന്നതിനേക്കാൾ കുഞ്ഞനിയത്തെയും അനിയനെയും നോക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളും ഇതിനിടയിൽ ഉണ്ട് എന്നതാണ് നമ്മൾ ഈ വിഷയം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇപ്പോൾ കാലങ്ങൾ ഒരുപാട് മാറി. ഒന്ന്, നമ്മുടെ ഭക്ഷണ രീതി മാറി, നമ്മുടെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാറി, നമ്മുടെ മെഡിക്കേഷൻസുകൾ മാറി, ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ഇതൊക്കെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെയും നമ്മുടെ ഹോർമോൺ ബാലൻസുകളുടെയും ഒരു പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളോട് പ്രണയം തോന്നുന്നതും അല്ലെങ്കിൽ സ്നേഹം തോന്നുന്നതും കാമം തോന്നുന്നതും തന്നേക്കാൾ മുതിർന്ന ആളുകളോട് പ്രണയം തോന്നുന്നതും കാമം തോന്നുന്നതും ഒക്കെ നോർമലാണ് ഇന്ന്, ഒരു സംശയവുമില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് തന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളോട് പ്രണയം തോന്നുന്നതോ കാമം തോന്നുന്നതും തെറ്റാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ തന്നേക്കാൾ ഒരുപാട് വയസ്സ് കുറഞ്ഞ തൻ്റെ കുഞ്ഞു മക്കളുടെ പ്രായം മാത്രമുള്ള 18 വയസ്സിൽ താഴെയുള്ള ആളുകളെ നിർബന്ധമായിട്ട് പോയിട്ട് എന്താണ് ഈ ലൈംഗികപരമായി ഉപദ്രവിക്കുന്നത്, ചൂഷണം ചെയ്യുന്നത്, ഒന്നും അറിയാത്ത കുട്ടികളെ എന്താണ് ഉപദ്രവിക്കുന്നത് എന്നൊക്കെ പറയുന്നത് വലിയ തെറ്റാണ്. ഇത് ഈ കുട്ടിക്ക് സത്യം ഈ കുട്ടിക്കെന്ന് മാത്രമല്ല ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെല്ലാം തന്നെ കൃത്യമായ ഒരു എന്താ പറയുക, ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിന്റെ സേവനം കൂടെ ലഭ്യമാക്കിയാൽ മാത്രമേ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. കാരണം ഇവർക്ക് ഇത്തരം ആളുകളോടാണ് കൂടുതൽ താല്പര്യങ്ങൾ വരുന്നത്. ഇല്ലെങ്കിൽ അവരുടെ ആ ലൈംഗികത പൂർണ്ണമാകില്ല. ഇവരെക്കാൾ പ്രായം കൂടിയ ആളുകളോടോ അല്ലെങ്കിൽ പ്രായത്തിൽ ഒത്ത ആളുകളോടോ ലൈംഗികപരമായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് അവർ ഈ കുഞ്ഞു കുട്ടികളിലേക്ക് പോകുന്നത്. അവർക്ക് അവിടെയാണ് ഒരു സുഖം കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ ഇല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങളുണ്ട്, എത്രത്തോളം സംഭവങ്ങളുണ്ട്. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ആളുകൾ ആലോചിച്ച് നല്ലത്. ചട്ടക്കൂടുകൾക്കുള്ളിൽ മാത്രം നിർത്തേണ്ട കാര്യമില്ല. അതെ, എല്ലാവരെയും ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന പോലെ എല്ലാവരും നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്കാണ് പല തലങ്ങളിലേക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമ്മളുടെ മക്കളെ ആണെങ്കിലും എല്ലാവരോടും ആണെങ്കിലും ആരെയും ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാനോ വിശ്വസിക്കാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്.